ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ബോക്സ്. കാണാൻ മറയത്തുന്നുള്ള സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡുകളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിനു മുമ്പ് ഞാനിട്ട കാണാൻ മറയത്തിൻ്റെ എപ്പിസോഡ്സ് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് രോഹിത്തിൻ്റെ കസിൻ സിസ്റ്റർ ആയിട്ടുള്ള പൂജയ്ക്ക് കഴിഞ്ഞ ദിവസം ഫാഷൻ ഷോയിൽ വെച്ചിട്ട് ഡ്രസ്സ് അഴിഞ്ഞു പോയിട്ട് ആകെ നാണക്കേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പത്രത്തിൽ വരാതിരുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ രോഹിത്ത് ചിന്തിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ സോനപരിയെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ രോഹിത്തിൻ്റെ കാറ് അവളുടെ മുഖത്ത് ചളി തെറിപ്പിച്ചിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ഇറങ്ങി വന്നിട്ട് അവിടെ വെച്ചിട്ട് അടി ഉണ്ടാവുന്നുണ്ട്. രോഹിത്ത് സോനയെ അപമാനിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പൂജയുടെ കാര്യത്തിൽ എന്താ നടന്നത് എന്നൊന്നും നിങ്ങളെപ്പോലുള്ള ഒരാളോട് എനിക്ക് പറയാനും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളുടെ കാറിൽ കയറി പോകുന്നുണ്ട്. അതിനുശേഷം പരി പരസ്യത്തിൻ്റെ ഷൂട്ടിന് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ അവളോട് ഞങ്ങൾ പൂജയാണ് ഷൂട്ടിന് വേണ്ടി സെലക്ട് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് പരി ആകെ നാണം കെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാവും പൂജ അങ്ങോട്ട് കയറി വരുന്നുണ്ടാവുക. അപ്പോൾ അവൾ ആ പരിയോട് നീയും നിൻ്റെ ചേച്ചിയും എന്നെ എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ തോൽക്കില്ല എന്ന് പറയുമ്പോൾ പരി എൻ്റെ ചേച്ചിയൊന്നും ചെയ്തിട്ടില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ ഫാഷൻ ഷോയിൽ അങ്ങനെ ഒരു നാണക്കേടുണ്ടാവാൻ കാരണം സോനയാണെന്നാവും അവരെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവാം. അതിനുശേഷം സോന വീട്ടിൽ വരുമ്പോൾ രോഹിത്ത് അയച്ച വക്കീൽ നോട്ടീസ് സുമൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതിൽ പൂജയ്ക്ക് ഏറ്റ അപമാനത്തിന് 12 കോടി നഷ്ടപരിഹാരമായിട്ട് അവർക്ക് കൊടുക്കണമെന്നാവും എഴുതിയിട്ടുണ്ടാവുക. സോന പരി ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ സത്യങ്ങളും രോഹിത്തിനോട് പറയാൻ വേണ്ടി അവന് കോൾ ചെയ്യുമ്പോൾ അവൻ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അവൾ പ്രതീകിൻ്റെ ഫോണിൽ നിന്ന് അവനെ വിളിക്കുകയാണ്. അപ്പോൾ അവൻ കോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ശബ്ദം കേട്ടതും രോഹിത്ത് കോൾ കട്ട് ചെയ്യാണ്. അങ്ങനെ സോന നേരെ പരിയെയും കൂട്ടിയിട്ട് സിപ്പി ഹൗസിലേക്ക് പോവുകയാണ്. അപ്പോൾ അവളെ അവിടെ കണ്ടതും രോഹിത്തിൻ്റെ അമ്മ വീണ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് അവിടേക്ക് വന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, നിന്നോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സോന ദേഷ്യത്തിൽ നിങ്ങൾ 12 കോടിക്ക് വേണ്ടിയിട്ട് കേസൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, എന്താ ഇപ്പോൾ ഹോസ്പിറ്റലിലെ ജോലിയൊന്നുമില്ലേ? എനിക്കറിയുമായിരുന്നില്ല രോഹിത്ത് സിപ്പിക്ക് പൈസ കിട്ടിയാൽ പെങ്ങൾക്ക് ഏറ്റ അപമാനമെല്ലാം ഇല്ലാണ്ടാകുമെന്നെല്ലാം അവൾ അവനങ്ങനെ കളിയാക്കുന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ രോഹിത്ത് ഇത് നിൻ്റെ ഷൂട്ടിംഗ് സെറ്റല്ല, ഇവിടെ നിന്ന് ഡ്രാമ കളിക്കാനെന്ന് പറയുമ്പോൾ സോന അവനോട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, ഈ കേസിൻ്റെ കാര്യം മീഡിയക്കാരറിഞ്ഞാലേ എന്നെക്കാൾ കൂടുതൽ അത് പൂജയുടെ ജീവിതത്തെയാണ് ബാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഉണ്ടായ എല്ലാ കാര്യങ്ങളും അവർക്കെല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. പരിയാണ് പൂജയുടെ ഡ്രസ്സ് അവളുടെ ഡ്രസ്സുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്തത്. ഇത് ആരോ ഒരുക്കിയ കെണിയായിരുന്നു. ഇത് ശരിക്കും പരിക്കാണ് ഏൽക്കേണ്ടിയിരുന്നത്, പക്ഷെ പൂജയാണ് അതിൽ പെട്ടുപോയത് എന്നെല്ലാം അവൾ പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവർക്കും വിശ്വാസം വരാനായിട്ട് പരിയെ കൊണ്ടും ആ കാര്യങ്ങൾ എല്ലാവരോടും പറയിക്കുന്നുണ്ട്. അപ്പോഴും രോഹിത്ത് അതൊന്നും വിശ്വസിക്കാതെ നിന്റെ നാടകം അവസാനിപ്പിച്ചോ എന്നെല്ലാം ചോദിച്ചിട്ട് അവൾ അപമാനിക്കുകയാണ്. അത് കേട്ടിട്ട് സോന ശരി ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, പക്ഷേ ആ കേസുമായി മുന്നോട്ട് പോയാൽ പശ്ചാത്തപിക്കേണ്ടി വരും എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാൽ അവൾ പറയുന്നതൊന്നും കേൾക്കാതെ സെക്യൂരിറ്റിയെ രോഹിത്ത് വിളിക്കുകയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താവും പൂജ കാറിൽ വന്ന് ഇറങ്ങുക. അപ്പോൾ സോന അവളോട് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ സോന അവിടെ നിന്ന് കാറിൽ കയറി പോകുന്നുണ്ട്. അതിനുശേഷം പൂജ വന്നിട്ട് സോനയും പരിയും എന്താ ഇവിടെ എന്ന് അവരോടെല്ലാം ചോദിക്കുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുത്ത കാര്യമെല്ലാം രോഹിത്ത് അവളോട് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് പൂജ എനിക്കൊരു കേസും വേണ്ട, ഇതൊക്കെ എനിക്കാണ് ബാധിക്കുക എന്ന് പറഞ്ഞിട്ട് കേസ് ക്യാൻസലാക്കാൻ രോഹിത്തിനോട് പറയുന്നുണ്ട്. പക്ഷേ രോഹിത്ത് അതിന് തയ്യാറാവുന്നില്ല. രോഹിത്ത് അവൻ്റെ വാശിയിൽ തന്നെ നിൽക്കുകയാണ്. ആ സീൻ കട്ടായിട്ട് പിന്നെ സോനയുടെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അമ്മയ്ക്ക് അത്ര സീരിയസ് ആയതുകൊണ്ട് ഏറ്റവും വലിയ ഡോക്ടർ തന്നെ സർജറി ചെയ്യണമെന്ന് അവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനെ ആ ഹോസ്പിറ്റൽക്കാർ വിളിക്കുമ്പോൾ അജിത്താണ് കോൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവൻ അറിയുമ്പോൾ ഏട്ടൻ ഉറങ്ങുകയാണ്, ഈ കേസ് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യം സോന അറിയുമ്പോൾ ഡോക്ടർ രോഹിത്ത് എന്തായാലും എൻ്റെ അമ്മേനെ ചികിത്സിക്കാൻ വേണ്ടി വരില്ല, വേറെ ഏതെങ്കിലും നല്ല ഡോക്ടറെ വരുത്തണമെന്ന് സോന ആ ഡോക്ടേഴ്സിനോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ഫുഡ് കഴിക്കുമ്പോഴാവും സുമൻ ഹോസ്പിറ്റലിലാണെന്നും ഏട്ടനെ വിളിച്ചപ്പോൾ ഉറങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞു എന്നെല്ലാം അജിത്ത് എല്ലാവരോടും കൂടെ പറയുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് രോഹിത്തിന് നന്നായിട്ട് ദേഷ്യം വരാണ്. അവൻ ദേഷ്യപ്പെട്ടിട്ട് നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ അജിത്ത് അത് സോനാക്ഷിയുടെ അമ്മ ആയതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് എന്തൊക്കെ പറഞ്ഞാലും അത് എൻ്റെ പേഷ്യൻ്റാണ് എന്ന് പറഞ്ഞിട്ട് അവൻ വേഗം ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്.
പക്ഷേ ICUവിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ സോന അവനെ തടഞ്ഞ് എൻ്റെ അമ്മ ഈ അവസ്ഥയിൽ കിടക്കാൻ കാരണം ഇയാളാണ്, അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ ലൈഫ് ഞാൻ എൻ്റെ ജോബുമായിട്ട് മിക്സ് ചെയ്യാറില്ല, എന്നെ എൻ്റെ ജോലി ചെയ്യാൻ അനുവദിക്കൂ എന്ന് പറഞ്ഞിട്ട് അവൻ ICUവിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ സുമൻ്റെ ഓപ്പറേഷൻ കഴിയുന്നുണ്ട്. പിന്നെ സോന കേസിന് വേണ്ടി കോടതിയിൽ പോകുമ്പോൾ കേസ് ക്യാൻസലാക്കിയ കാര്യം രോഹിത് അവളോട് പറയാണ്. എന്നിട്ട് എല്ലാം ശരിയായി എന്ന് നീ വിചാരിക്കേണ്ട, അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നിനക്ക് സത്യം തെളിയിക്കാനുള്ള ഒരു അവസരം ഞാൻ തരുന്നത് എന്നെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സോന രോഹിത്തിൻ്റെ ഓഫീസിൽ പോയിട്ട് സുമിത്തിനെയും കരണിനെയും ആണ് പൂജയുടെ കേസിൽ അവൾക്ക് സംശയം എന്ന് പറയുന്നതാണ്. അങ്ങനെ സത്യം തെളിയിക്കാൻ വേണ്ടി അവരൊപ്പം ഇരുന്ന് ഓരോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ പതിവ് പോലെ തന്നെ രണ്ടുപേരും പരസ്പരം ട്രോളുന്നുമുണ്ട്. അങ്ങനെ രോഹിത് വേറെ നമ്പറിൽ നിന്ന് സുമിത്തിനും കരണിനും കോൾ ചെയ്തിട്ട് ഭീഷണിപ്പെടുത്തി, ഫാഷൻ ഷോയുടെ അന്ന് നീ ചെയ്തതെല്ലാം എനിക്കറിയാം, അതുകൊണ്ട് അതാരോടും പറയണ്ടെങ്കിൽ ഞാൻ പറയുന്ന സ്ഥലത്ത് പൈസയുമായി വരണമെന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം പരി റോഡിൽ വണ്ടി കിട്ടാതെ നിൽക്കുന്നത് കണ്ട് രോഹിത്തിൻ്റെ ബ്രദർ റോഹൻ അവളോട് വണ്ടിയിൽ കയറൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ലിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രോഹിത്ത് വീട്ടിലേക്ക് വന്ന് നോക്കുമ്പോൾ നിമ്മി ഇരുന്ന് സോനയുടെ സീരിയൽ കാണുന്നുണ്ടാവും. അപ്പോൾ അവനും അത് ഇരുന്ന് കാണുന്നുണ്ട്. അവിടേക്ക് വന്ന അജിത്ത് ഇത് കണ്ട് ഏട്ടനും ഈ സീരിയൽ കാണാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. എന്നിട്ട് ഏട്ടനും സോനയും നല്ല ജോഡിയുണ്ട് എന്ന് പറയുന്നത് കേട്ട് സോനയുമായുള്ള മൊമെൻറ്റ്സ് രോഹിത് ആലോചിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുമ്പോൾ അവൻ അജിത്തിനോട് ഇനി നീ ഇങ്ങനത്തെ ടോക്കൊന്നും എന്നോട് ചെയ്യരുത്, എൻ്റെ ലൈഫിൽ മറ്റൊരാൾക്കും സ്ഥാനമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പരിയും രോഹനും പോകുന്ന വഴി നല്ല കമ്പനിയായിട്ട് ഫോൺ നമ്പർ പരസ്പരം കൈമാറുന്നുണ്ട്. അതിനുശേഷം രോഹിത് കരണിനെയും സുമിത്തിനെയും മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സമയം സോന ഓൾറെഡി അവിടെ വന്നിട്ട് രോഹിത്തിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാവും. അപ്പോൾ അവിടേക്ക് കരണ് വന്നിട്ട് ബലമായിട്ട് അവളെ പിടിച്ചിട്ട് ഒരു മരത്തിൻ്റെ മറവിൽ നിൽക്കുകയാണ്. അപ്പോൾ രോഹിത് അങ്ങോട്ട് വന്നിട്ട് സോനയെ ഫോണിൽ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ അത് എടുക്കുന്നില്ല. അപ്പോൾ അവന് ആ കാറിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുകയാണ്. അപ്പോൾ ഫോൺ അവിടെ കിടന്നിട്ട് റിങ് ചെയ്യുന്നുണ്ടാവും. അവളെ ആണെങ്കിൽ അവിടെ ഒന്നും കാണുന്നുണ്ടാവില്ല. അപ്പോൾ അവൻ സോനാക്ഷി എന്ന് ഉറക്കെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം സോന കരണിൻ്റെ കയ്യിൽ കടിച്ചിട്ട് അവനെ ചവിട്ടി നിലത്തിടുന്നുണ്ട്. എന്നിട്ട് രക്ഷപ്പെട്ട് ഓടുമ്പോൾ രോഹിത്തിനെ കണ്ടിട്ട് അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സീനാണ് അത്. അവർ മുഖത്തോട് മുഖം നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ സോനയുടെ പിന്നാലെ അവളെ പിടിക്കാൻ വന്ന കരണിനെ രോഹിത് നല്ല അടി അടിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അവൻ അവശനിലയിലെത്തിയപ്പോൾ സോന ചെന്നിട്ട് രോഹിത്തിനോട് മതി നിർത്ത്, ഇനിയും മടിച്ചാൽ ഇത് വലിയ ന്യൂസാവും, മീഡിയക്കാർ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അവനെ തടയുന്നുണ്ട്. അതിനുശേഷം രോഹിത് സോനയോട് നിന്നോടാരാ കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ്, സീരിയലിലെ പോലെ നിനക്ക് ശക്തി ഉണ്ടെന്ന് നീ വിചാരിച്ചോ എന്ന് പറഞ്ഞിട്ട് അവളെ ചീത്ത പറയാണ്. അവസാനം രണ്ടും കൂടെ മഴയത്ത് ആ നടു റോഡിൽ വെച്ച് അടിയാകുന്നുണ്ട്. അങ്ങനെ രോഹിത്തിൻ്റെ കയ്യിൽ അടിയുടെ ഇടയിൽ മുറിവായിട്ടുണ്ടാകും. അത് കണ്ട് സോന അവനെ പിടിച്ച് വലിച്ച് കാറിൽ കയറ്റിയിട്ട് ടവലെടുത്ത് കെട്ടിക്കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവൻ വാശി പിടിച്ചിട്ട് ഞാനൊന്നും കൈ തരില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ സോന കൈ തന്നില്ലെങ്കിൽ കരണിനെ ഇടിച്ച പോലെ നിങ്ങളെയും ഞാൻ ഇടിക്കുമെന്ന് പറഞ്ഞിട്ട് ആ മുറിവ് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് നനഞ്ഞതുകൊണ്ട് ന്യൂസ് പേപ്പർ എടുത്തിട്ട് സീറ്റ് നാശാകൂ എന്ന് പറഞ്ഞിട്ട് പേപ്പർ സീറ്റിലൊക്കെ വിരിക്കുന്നുണ്ട്. അപ്പോൾ സോന ഇയാൾക്ക് ശരിക്കും വട്ട് തന്നെ എന്ന എക്സ്പ്രഷൻ ഇട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ രോഹിത് കരണല്ല പൂജയോട് അങ്ങനെ ചെയ്തത് എന്ന് സോനയോട് പറയാണ്. അടിയുടെ ഇടയിൽ അവൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്തത് സുമിത്ത് തന്നെയാണെന്ന് അവർ രണ്ടുപേരും ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ സുമിത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് നോക്കുമ്പോൾ ഇന്നവൻ ഇവിടേക്ക് വരില്ല എന്ന് സോന രോഹിത്തിനോട് പറയാണ്. അപ്പോൾ അവനുള്ള പണി ഞാൻ പിന്നെ കൊടുക്കുക എന്ന് രോഹിത് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത് സോനയോടൊപ്പം അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ സോന അവൻ്റെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ രോഹിത് അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് കരണിനെ കുറിച്ച് അവൻ അവളോട് ചോദിക്കുമ്പോൾ അവളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഞങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്. അവൻ എൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ഫ്രണ്ടായിരുന്നു. ആ ബന്ധത്തിൽ എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ എഫേർട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ കരൺ എന്നോട് ചെയ്തതൊന്നും ഞാൻ മറക്കില്ല. അന്ന് രാത്രി ഉണ്ടായ കാര്യങ്ങളും ഞാൻ മറക്കില്ല. ഞാനന്ന് നിസ്സഹായ അവസ്ഥയിലായിരുന്നു. അന്ന് എനിക്കെന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നി. അത് കാരണം എൻ്റെ ജീവിതം തന്നെ മാറിപ്പോയി എന്നെല്ലാം അവൾ പറഞ്ഞ് നിർത്തുമ്പോൾ രോഹിത്തും അവൻ്റെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് ചിന്തിക്കുകയാണ്.
അപ്പോൾ സോന അവൻ്റെ മുഖഭാവമൊക്കെ കണ്ടിട്ട് എന്തു പറ്റി, നിങ്ങൾക്കും എന്നെ പോലെ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി പറയാൻ വേണ്ടി പറയുമ്പോൾ, നിനക്ക് സംഭവിച്ചതുപോലെ തന്നെ ഒരു രാത്രിയാണ് എൻ്റെ ജീവിതവും മാറി മറിഞ്ഞത്. റീമ എന്നായിരുന്നു അവളുടെ പേര് എന്ന് പറയുമ്പോൾ, അവളിപ്പോൾ എവിടെയായെന്ന് സോന ചോദിക്കുന്നുണ്ട്. അപ്പോൾ അറിയില്ല, ഇനി ഒരിക്കലും അവൾ തിരിച്ചു വരാൻ പോകുന്നില്ല എന്നവൻ പറയുന്നുണ്ട്. പിന്നെ എന്തിനാ നിങ്ങൾ അവളെ കാത്തിരിക്കുന്നത് എന്ന് അവൾ ചോദിക്കുമ്പോൾ, എനിക്ക് അവളുടെ സ്ഥാനത്ത് മറ്റാരെയും കാണാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവനാകെ സങ്കടത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോൾ സോന, ജീവിതം ഒരിക്കലും അത്ര ക്രൂവലാവില്ല, നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു അവസരമെങ്കിലും കൊടുത്തു നോക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ താങ്ക് യു, ഞാൻ എന്നാൽ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ പുറത്ത് നല്ല മഴയും ട്രാഫിക് ബ്ലോക്കും ഉണ്ടാവും. അപ്പോൾ രോഹിത്തിനോട് അവിടെ നിൽക്കാൻ വേണ്ടി സോന പറയാണ്. അങ്ങനെ അവിടെ കറണ്ട് പോകുമ്പോൾ രോഹിത്ത് തട്ടിത്തടഞ്ഞ് വീഴാൻ പോയിട്ട് നേരെ സോനയുടെ മേലേക്കാണ് വീഴുന്നത്. അങ്ങനെ അവർ കുറച്ച് നേരം മുഖത്തോട് മുഖം നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്. റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സീനാണത്. അതിനുശേഷം സോന ഒരു പൂരത്തിന് കിട്ടുന്ന പോലത്തെ കളർഫുള്ളായിട്ടുള്ള എമർജൻസി എടുത്ത് വരുന്നത് കണ്ടിട്ട് രോഹിത്ത് ഇത് എന്നാത്ത സാധനം എന്ന അങ്ങനത്തെ ആ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവളോട്, എൻ്റെ വീട്ടിലൊന്നും ഇതുപോലെ കറണ്ട് പോവുമൊന്നുമില്ല, മലബാർ ഹിൽസിലാണ് എൻ്റെ വീട്, ഇതുപോലെ പൂരപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന ലൈറ്റൊന്നും അവിടെ ഇല്ല, ഹൈടെക് ആണ് ഞങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പൊങ്ങച്ചോത്തോടു കൂടി സംസാരിച്ചിട്ട് അവളെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അവൻ്റെ അമ്മ അവനെ കോൾ ചെയ്യാണ്. അപ്പോൾ അവിടെ കറണ്ട് പോയി എന്ന് പറയുന്നത് കേട്ടിട്ട് സോന ചിരിച്ചിട്ട്, ഇനി ഈ ലൈറ്റ് മലബാർ ഹിൽസിലെ വീട്ടിലും കത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ചിരിക്കുകയാണ്. അപ്പോൾ അവൾ ചിരിക്കുന്നത് കണ്ടിട്ട് രോഹിത്തും നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പോൾ സോന, ഞാനെന്നാൽ കോഫി ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് പരി ദേഷ്യത്തിൽ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സാണ് ഈ സീരിയലിൽ അടുത്തത് വരാൻ പോകുന്നത്. അപ്പോൾ അതാരും മിസ്സാക്കരുത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.